മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 280ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്, അലൂമിന സിലിക്കേറ്റ്. ഇത് കെൻ്റ് തന്നെ തയ്യാർ ചെയ്യുകയും അദ്ദേഹം തന്നെ പ്രൂവ് ചെയ്യുകയും ചെയ്ത ഒരു ഔഷധമാണ്. തൻ്റെ പ്രൂവിങ്ങിൽ നിന്നും ദീർഘകാലത്തെ ഉപയോഗത്തിൽ നിന്നും തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ലെക്ചറിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ആഴത്തിലും വളരെ സുദീർഘമായും പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിസോറിക് എന്നാണ് ഈ ഔഷധത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇത് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട, നാഡികളായിട്ട് ബന്ധപ്പെട്ട, വയറുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട നിരവധി രോഗാവസ്ഥകളെ ഇത് വളരെ ഭംഗിയായി മാനേജ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കി പ്രയോഗിച്ചു കഴിഞ്ഞാൽ ദീർഘകാലം കിടപ്പിലായിരുന്ന രോഗികളെ സുഖപ്പെടുത്തിയ ചരിത്രം കേന്ദ്രത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കും അതൊക്കെ നേടാൻ സാധിക്കും, കൃത്യമായി ഈ ഔഷധത്തെക്കുറിച്ച് മനസ്സിലാക്കി പ്രയോഗിക്കുകയാണെങ്കിൽ. ദ വാല്യുബിൾ റെമഡി ഈസ് മെയ്ഡ് ഫ്രം എ സ്പീഷീസ് ഓഫ് റോക്ക് നോൺ ആസ് ആൻഡാലുട്സൈറ്റ് ആൻഡ് കോമ്പോസ്ഡ് ഓഫ് അലൂമിനിയം 63 ആൻഡ് സിലിക്ക 37 പാർട്സ്. അതിൻ്റെ കോമ്പോസിഷനാണ്. അലൂമിനിയവും സിലിക്കേറ്റും ഇതിൽ വരുന്നുണ്ട്. It was prepared by titration in the usual way. It has been proved and used clinically by the author for many years. It's a deep and long-acting remedy and cures chronic complaints of the brain, തലച്ചോറിൻ്റെ സ്പൈനൽ കോഡ്, സുഷുമ്നാനാഡി, ബവൽസ് ആൻഡ് ദ നെർവ്സ്, ഉദരമായിട്ട് ബന്ധപ്പെട്ടത്, നാഡികളുമായിട്ട് ബന്ധപ്പെട്ടത്. that have heretofore been most stubborn. അലൂമിനിയം സിലിക്കേറ്റിൻ്റെ ആയുർഭാവത്തിന് മുൻപ് സുഖപ്പെടുത്താൻ വളരെയധികം പ്രയാസമായിരുന്ന, മോസ്റ്റ് സ്റ്റബേൺ, കടിച്ചാൽ പൊട്ടാത്ത തരത്തിലെന്ന് പറയില്ലേ, ആ തരത്തിലുള്ള ഇത്തരം തലച്ചോറും നാഡികളും വയറും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കംപ്ലൈൻറ്റ്സ് ആർ സംടൈംസ് നോട്ടീസ്ഡ് ഇൻ ദ ഫോർനൂൺ. ചില സമയത്ത് ഉച്ചക്ക് മുമ്പ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണും, പക്ഷെ കൂടുതൽ ഉച്ച കഴിഞ്ഞിട്ടാണ്, സായന്ത്രത്തിൻ്റെ രാത്രിക്ക്. ബട്ട് മോസ്റ്റ്ലി ഇൻ ദ ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്, കൂടുതലും സന്ധ്യയോടനുബന്ധിച്ച് ഉച്ച കഴിഞ്ഞൊക്കെ. സം സിംറ്റംസ് കം ഓൺ ഇൻ ദ നൈറ്റ്, ഈവൻ ആഫ്റ്റർ മിഡ് നൈറ്റ്, രാത്രിയിലും അർദ്ധരാത്രിയിലും വരാം. ദർ ഇസ് എ ഡിസയർ ഫോർ ഓപ്പൺ എയർ വിച്ച് ഈസ് ഗ്രേറ്റ്ഫുൾ. തുറസായ വായുവിനോടൊരു താല്പര്യമുണ്ട്. താല്പര്യം മാത്രമല്ല, ആ തുറസായ വായു അയാൾക്ക് ഉപകരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു എക്സെപ്ഷൻ എന്താണ്? ബട്ട് കോൾഡ് എയർ അഗ്രവേറ്റ്സ് ഓർ കംപ്ലൈൻറ്റ്സ്. ഈ തുറന്ന വായുവിൽ ഇപ്പോൾ പടിഞ്ഞാറൻ കാലാവസ്ഥയിൽ ഒരു വിൻ്ററിലാണ്, അല്ലെങ്കിൽ വിൻ്ററിനോട് അടുത്ത സമയത്തൊക്കെ ആണെങ്കിൽ തണുപ്പടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമാണ്. തുറസായ വായു കൊണ്ട് ഉപകാരം ഉണ്ടാകും എന്ന് പറഞ്ഞത് തണുപ്പ് കാലത്ത് അത് പ്രായോഗികമാകണമെന്നില്ല. എങ്കിലും ഓപ്പൺ എയറിനോട് ഡിസയറാണ് ഉള്ളത്. മച്ച് വേഴ്സ് ആഫ്റ്റർ ബിക്കമിങ് കോൾഡ് ആൻഡ് എ മാർക്ക് ടെൻഡൻസി ടു ടേക്ക് കോൾഡ്. തണുപ്പ് ഉണ്ടായേക്കും എല്ലാത്തിനും പ്രശ്നമാണ്, തണുപ്പടിച്ചാലൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. There is great coldness during pains and all pains are better from warmth and warm applications. അപ്പോൾ ഈ വേദന ഉള്ള സമയത്ത് വല്ലാതൊരു തണുപ്പ്, വേദനയോട് ബന്ധപ്പെട്ട് ഒരു തണുപ്പിൻ്റെ അനുഭവം അലൂമിന സിലിക്കേറ്റ് പേഷ്യൻ്റുണ്ട്. അതേസമയം ചൂട് പിടിച്ചാൽ എല്ലാം മെച്ചമാണ്. ദ പ്രൂവർ ലോസസ് ഫ്ലഷ് ആൻഡ് ഇറ്റ് ഹാസ് ക്യൂർഡ് പേഷ്യൻസ് മാർക്കഡ്ലി എമീഷിയേറ്റഡ് ആൻഡ് അനീമിക്. പ്രൂവിങ്ങിൻ്റെ സമയത്ത് പല രോഗികളും വല്ലാതെ ശോഷിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാതെ ശോഷിച്ച, രക്തമില്ലാതെ വിളർച്ച ബാധിച്ച പലരെയും ഈ ഔഷധം സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നും എൻ്റെ തന്നെ അനുഭവം കൊണ്ട് പറയുകയാണ്. ദർ ഇസ് ഗ്രേറ്റ് വീക്ക്നെസ് ആൻഡ് മെനി സിംറ്റംസ് ആർ വേഴ്സ് ഗോയിങ് അപ്സ്റ്റേഴ്സ്. വല്ലാതെ തളർച്ചയുണ്ട്. തളർച്ചയുള്ളതിന് തന്നെ ഏണിപ്പടിയിൽ കയറി മേലേക്ക് പോകാൻ പ്രയാസമുണ്ട്. അപ്പോൾ മുകളിലേക്ക് ഏണിപ്പടി കയറി പോവുകയാണെങ്കിൽ നിരവധി ലക്ഷണങ്ങൾ മോശമാകുന്നു. കഞ്ചഷൻ ഓഫ് ബ്രെയിൻ ആൻഡ് കോഡ് ആൻഡ് സ്പൈനൽ നെർവ്സ്. തലച്ചോറ്, സുഷുമ്നാനാഡി, അതുമായിട്ട് ബന്ധപ്പെടുന്ന നാഡികൾ ഒക്കെ വിങ്ങി ഇരിക്കുന്നൊരവസ്ഥ, വിങ്ങി വീർത്തിരിക്കുന്നൊരവസ്ഥ. വിത്ത് മാർക്ഡ് ബേണിങ് ആൻഡ് സ്റ്റിങ്ങിങ്. അപ്പോൾ ഈ കഞ്ചഷനോട് ചേർന്നുകൊണ്ട് പൊള്ളലും കുത്തുന്ന പോലത്തെ അനുഭവവും വളരെ ശ്രദ്ധേയമായ തരത്തിലുണ്ട്. ഇറ്റ് ഹസ് ക്യൂർഡ് മൾട്ടിപ്പിൾ ന്യൂറൈറ്റിസ് ആൻഡ് ലോക്കോമോട്ടർ അറ്റാക്സിയ. അപ്പോൾ ബലക്ഷയം, മരവിപ്പ്, തരിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നടക്കുമ്പോൾ സ്റ്റഡിയായിട്ട് നടക്കാൻ പറ്റാതെ
പാളിയും ആടിയൊക്കെ പോകുന്നൊരവസ്ഥ. അപ്പോൾ തലച്ചോറും നാഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു ക്ഷയത്തിൻ്റെ അവസ്ഥ, ബലക്ഷയത്തിൻ്റെ അവസ്ഥ. കോൺസ്ട്രിക്ഷൻ ഈസ് എ മാർക്ഡ് ജനറൽ സിംറ്റം. ഓൾസോ കോൺസ്ട്രിക്ഷൻ ഓഫ് ഓറിഫിസസ്, എ സെൻസേഷൻ ആസ് ഇഫ് കോൺസ്ട്രിക്റ്റഡ്. ആകെ ചുരുങ്ങി ഇടുങ്ങിപ്പോയി, അതൊരു ജനറൽ സിംറ്റമാണ്. ശരീരത്തിൽ നിന്നുള്ള ഓപ്പണിങ്സ് എല്ലാം അടഞ്ഞു പോയത് തോന്നൽ, ശരീരം മൊത്തം ചുരുങ്ങി അടഞ്ഞു പോലത്തെ ഫീലിങ്ങും ഒരു പൊതുവായിട്ടൊരു അവസ്ഥ, ഒരു ജനറൽ കണ്ടീഷനാണ്. ഇറ്റ് ഹാസ് ബീൻ ഓഫ് ഗ്രേറ്റ് സർവീസ് ഇൻ എപ്പിലെപ്റ്റിക് ആൻഡ് എപ്പിലെപ്റ്റിഫോം കൺവൾഷൻസ്. ചുഴലിയുമായിട്ട് ബന്ധപ്പെട്ട്, എപ്പിലെപ്സിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിച്ചു കോച്ചലുകളിൽ, അതിനോട് സാമ്യമുള്ള വലിച്ചു കോച്ചലുകളിലും ഇത് വളരെ വിലപ്പെട്ട സേവനം ഈ ഔഷധം ചെയ്തിട്ടുണ്ട്. നോട്ട് വെൻ ദ കൺവൾഷൻ ഈസ് ഓൺ, ബട്ട് ആസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, കോസിംഗ് ദ അറ്റാക്സ് ടു ഡിമിനിഷ് ആൻഡ് കം ലെസ് ഫ്രീക്വൻ്റ്ലി ആൻഡ് ഫൈനലി ഡിസപ്പിയർ. അതായത് ഒരു ഫിറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത്, കൺവൾഷൻസ് ഉണ്ടാകുന്ന സമയത്ത് കൊടുത്ത് അതിനെ സുഖപ്പെടുത്താനുള്ളൊരു അക്യൂട്ട് ആക്ഷൻ അല്ല. അല്ലാത്ത സമയത്ത് കൊടുത്തിട്ട് ആ ടെൻഡൻസി, ഇതുണ്ടാക്കുന്ന ടെൻഡൻസി, ഒരു അണ്ടർലൈയിങ് സ്റ്റേറ്റിനെ പരിഹരിച്ച് ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാക്കി ഹീലിംഗ് നടത്തുന്ന ഒരു ഔഷധമാണ് അലൂമിന സിലിക്കേറ്റ്. അത് അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വന്നിട്ട് അവസാനം പൂർണ്ണമായിട്ടും ഈ ഒരു പ്രശ്നം ഇല്ലാതായിത്തീരും. സ്റ്റിഫ്നെസ് ആൻഡ് ടോണിക് കോൺട്രാക്ഷൻസ് ഒക്കർ വിത്ത് പ്രൂവേഴ്സ്. പ്രൂവ് ചെയ്യുന്ന സമയത്ത് ആകെ സന്ധികളൊക്കെ ഉറച്ചു പോയ പോലെ, വലിച്ചു കോച്ചുന്ന പോലെ, പേശികളൊക്കെ വലിച്ചു കോച്ചുന്ന പോലെയൊക്കെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഡിസ്റ്റൻഷൻസ് ഓഫ് ഓൾ ദ വെയിൻസ്, എല്ലാ സിരകളും അയവുള്ളതായിട്ട് അതിൻ്റെ സിരകളുടെ ഭിത്തികളൊക്കെ അയഞ്ഞു പോകുന്നു. ആൻഡ് ഫെയിൻറ്റിങ് സ്പെൽസ്, ആൾക്ക് തളർച്ച, മോഹാലസ്യം ഉണ്ടാകുന്ന ഘട്ടങ്ങളുണ്ടാകുന്നു. ദ സിംറ്റംസ് ആർ വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഹീ ഈസ് ബെറ്റർ ഫാസ്റ്റിംഗ് ഓർ ഈറ്റിംഗ് വെരി സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ്. അപ്പോൾ ആഹാരം കഴിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. കുറേശ്ശെ കഴിക്കുന്നതുകൊണ്ടോ ആഹാരം കഴിക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ടോ അയാൾക്ക് വളരെയധികം മെച്ചമുണ്ട്. അതേപോലെ തന്നെ തണുത്ത പാനീയങ്ങൾ കൊണ്ട് പ്രശ്നം വർദ്ധിക്കുന്നു, തണുത്ത ആഹാരം കൊണ്ട് പ്രശ്നം വർദ്ധിക്കുന്നു, പാലും വല്ലാതെ ചൂടുള്ള ഭക്ഷ്യവസ്തുക്കളും അയാൾക്ക് കുഴപ്പമുണ്ട്. ഫോർമിക്കേഷൻ ഓഫ് ദ സ്കിൻ, ത്വക്കിൽ അവരുടെയൊക്കെ പുഴുവോ ഉറുമ്പോ ഒക്കെ ഇരിക്കുന്ന പോലുള്ളൊരു അനുഭവം. എക്സ്ട്രീമിറ്റീസ് അലോങ് ദ കോഴ്സ് ഓഫ് നെർവ്സ് ആൻഡ് ഇൻ ഇന്റേണൽ പാർട്സ്. അപ്പോൾ നാഡികൾ പോകുന്ന ആ വഴിയിൽ, ആ ഭാഗങ്ങളിൽ, ഇപ്പോൾ കൈ, കാല് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വരാം. ആന്തരിക അവയവങ്ങൾ അങ്ങനെ തന്നെ വരാം. ഈ ഒരു അവസ്ഥ അതിൻ്റെ ആവരണമായ തൊലിയുടെ മേലെ ഉറുമ്പോ പുഴുവൊക്കെ നിറക്കുന്ന പോലത്തെ അനുഭവം. എ സെൻസേഷൻ ഓഫ് ഫുൾനെസ് ത്രൂ ഔട്ട് ദ ബോഡി, ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പോലെയുണ്ട്. വിത്ത് ഡിസ്റ്റൻഡഡ് വെയിൻസ്, സിരകൾ വീർത്ത് കെട്ടി അയവുള്ളായിരിക്കുന്നു. ഹെവിനെസ് ഓഫ് ദ ബോഡി ആൻഡ് ഓൾ ദ ലിംസ്, ശരീരവും കൈകാലുകളെല്ലാം ഭാരമുള്ളത്, കൈകാലുകളിലും ശരീരം മൊത്തത്തിലും ഒരു ഭാരത്തിൻ്റെ അനുഭവം. ഇൻഡ്യൂറേഷൻ ഓഫ് പാർട്സ് ഇൻഫ്ലെയിംഡ്, വീക്കമുണ്ടായ ഭാഗങ്ങളിലൊക്കെ കലിക്കുന്നൊരവസ്ഥ. ഇൻഫ്ലമേഷൻ ഓഫ് ദ നെർവ്സ് വിത്ത് ബേണിംഗ്, സ്റ്റിങ്ങിങ്, ക്രോളിംഗ് ആൻഡ് നംബ്രസ്. നാഡികളിൽ മുഴുവൻ വീക്കമുണ്ട്, പൊള്ളലുണ്ട്, കുത്തലുണ്ട്, നിറക്കുന്ന പോലെയുണ്ട്, മരവിച്ച അവസ്ഥയുണ്ട്. ദ ബ്രെയിൻ, സ്പൈൻ ആൻഡ് അബ്ഡോമിനൽ വിസറാസ് ആർ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു എ ജാർ. അപ്പോൾ തലയോടിൻ്റെയും നാഡിയുടെയും ഉദരത്തിൻ്റെയൊക്കെ ഉൾഭാഗം, ഉള്ളിലുള്ള ഭാഗം, തലച്ചോറ്, സുഷ്മനാ നാഡി, അതിനുള്ള ഫ്ലൂയിഡ്, വയറിലുള്ള അവയവങ്ങൾ, ഇതൊക്കെ വല്ലാതെ ഒരു ചെറിയൊരു കുലുക്കത്തോട്, ഒരു വാഹനത്തിൽ പോകുമ്പോൾ ആ കുലുക്കത്തോട് ഇതെല്ലാം വളരെയധികം സംവേദനക്ഷമതയുണ്ട്. ആസ് ഇൻ റൈഡിങ് ഇൻ എ കാരേജ് ഓർ റഫ് റോഡ്സ്, മോശമായ പാതയിലൂടെ ഒരു കാളവണ്ടിയോ കുതിരവണ്ടിയോ ഓടിച്ചു പോയാൽ ആകെ ഒരു കുലുക്കം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥ. ജേർക്കിങ് ആൻഡ് ട്വിച്ചിങ് ഇൻ മസിൽസ്, പേശികളിൽ വലിച്ചു കോച്ചലുണ്ട്. ദ ലാസിറ്റിവിറ്റി ഈസ് സോ ഗ്രേറ്റ് ദാറ്റ് ഷി വാസ് കമ്പൽഡ് ടു കീപ് ടു ദ ബെഡ്. വല്ലാതൊരു തളർന്ന് ഒരു അവശത, ഒരു അലസത വല്ലാതെ വർദ്ധിച്ചിട്ട് ആ പേഷ്യൻ്റ്, ആ സ്ത്രീ കിടക്കയിൽ കിടക്കാൻ തന്നെ നിർബന്ധിതമായിത്തീരുന്നു. ഷീ മസ്റ്റ് ലൈ ഡൗൺ, കിടക്കണം. എ മാർക്ഡ് സെൻസ് ഓഫ് സ്പൈനൽ വീക്ക്നെസ്. ഇറ്റ് ക്യൂർഡ് എ വുമൺ ഹു ഹാഡ് ലെയ്ൻ ഇൻ ബെഡ് മെനി ഇയേഴ്സ് ഫ്രം വീക്ക്നെസ്. ക്ഷീണം കൊണ്ട്, തളർച്ച കൊണ്ട് നിരവധി ആഴ്ചകളായി കിടപ്പിലായിരുന്ന ഒരു സ്ത്രീയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രെയിനിങ് ഓഫ് മസിൽസ് ഫ്രം ലിഫ്റ്റിംഗ് ലൈക്ക് റെസ്റ്റോക്സ്. ഭാരമുള്ള എന്തെങ്കിലും ഉയർത്തുമ്പോൾ പേശികളും ലിഗമെൻസും ഒക്കെ സ്ട്രെയിൻസ് വരുന്നു, അത് കീറിപ്പോകാൻ ഇടയുണ്ട്.
യെറ്റ് സം സിംറ്റംസ് ആർ വേഴ്സ് ലൈയിങ് ഇൻ ബെഡ്. ചില ലക്ഷണങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ വർദ്ധിക്കും, അതൊരു എക്സെപ്ഷനാണ്. ബട്ട് ലൈയിങ് ജനറലി ഹെൽപ്സ് ആൻഡ് റെസ്റ്റ് ദ പേഷ്യൻറ്റ്. പൊതുവേ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് രോഗിക്ക് സഹായം കിട്ടും, ഉപകാരം കിട്ടും, വിശ്രമവും കിട്ടും. ഷീ സെയ്സ്, കൊട്ടേഷനാണ്, ഐ ആം സോ കംഫോർട്ടബിൾ വൈൽ ലൈയിങ്. കിടക്കുന്ന സമയത്ത് എനിക്ക് നല്ല ആശ്വാസമാണ്, വളരെ കംഫോർട്ടബിൾ ആണെന്ന് പറയുന്നു. സം സിംറ്റംസ് ആർ വേഴ്സ് ലൈയിങ് ഓൺ ദ ബാക്ക്. ഷീ ഡിസൈർസ് പെർഫെക്റ്റ് റെസ്റ്റ്, അവേഴ്സ് ടു ആൾ മോഷൻസ് ആൻഡ് വേർഡ്സ് ഫ്രം ഓൾ മോഷൻ. അപ്പോൾ ഇവിടുത്തെ പ്രധാന കാര്യം, ഇതിലൊരു ഓപ്പറേറ്റീവ് പാർട്ട് എന്ന് പറയുന്ന സിംറ്റം ഈ ഡിസയറാണ്. പെർഫെക്റ്റ് റെസ്റ്റ്, സമ്പൂർണ്ണ വിശ്രമത്തെ ആഗ്രഹിക്കുന്നു. ആവേർഷൻ ടു ഓൾ മോഷൻ, എല്ലാവിധ ചലനങ്ങളോടും വിരോധം. ഈ ആവേർഷനും ക്രേവിങ്ങുമാണ് പ്രധാനപ്പെട്ട കാര്യം, പേഷ്യൻ്റെ വില്ലുമായിട്ട് ബന്ധപ്പെട്ടത്. കിടക്കാൻ പറ്റുന്നുണ്ടോ നടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ വേറെ കാര്യം, അത് മറ്റു പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇവിടെ ഡിസയറുണ്ട്, റെസ്റ്റ് ചെയ്യണമെന്നുള്ള ഡിസയർ, പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യങ്ങളുണ്ട്. കോൺസ്ട്രിക്റ്റിംഗ്, കട്ടിങ്, ഡിഗിങ്, നോവിങ്, ജേർക്കിങ്, പാരലൈസിങ്, പിഞ്ചിങ്, പ്രസ്സിങ്, വേദനകൾ എല്ലാ തരത്തിലുമുണ്ട്. ദ ഹോൾ ബോഡി ഈസ് സോർ ടു ടച്ച് ആൻഡ് പ്രഷർ. ശരീരം മുഴുവൻ അവിടെ ഇവിടെ ഭാഗങ്ങളിലൊക്കെ സ്പർശനത്തോട്, സമ്മർദ്ദത്തോട് ഒക്കെ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് വളരെയധികം പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. പാരലൈസിങ്, ടിയറിങ്, അൾസറേറ്റീവ് പെയിൻ, വാണ്ടറിങ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. സ്പർശനത്തോടും സമ്മർദ്ദത്തോടും ശരീരം മുഴുവൻ സംവേദനക്ഷമതമാണ്. എല്ലാത്തരം വേദനകളും പേഷ്യൻറ്റിനുണ്ട്. ഇത്തരം വേദനകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കും. വാണ്ടറിങ് പെയിൻ, ഒരു സ്ഥലത്തുള്ളത് അടുത്ത നിമിഷം അവിടെ കാണണമെന്നില്ല, മറ്റു സ്ഥലത്തായിരിക്കാം. ദ പെയിൻസ് ആസ് വെൽ ആസ് മെനി അതർ സിംറ്റംസ് ഷോ എ മാർക്ക്ഡ് പീരിയോഡിസിറ്റി. അടുത്തൊരു പ്രധാന കാര്യം പീരിയോഡിസിറ്റി, കൃത്യമായ നിശ്ചിത ഇടവേളകളിൽ അത് ആവർത്തിച്ചു വരുന്നു. പ്രഷർ സംടൈംസ് ഇൻക്രീസ് ആൻഡ് സംടൈംസ് ഹെൽപ്പ് ദ പെയിൻസ്. ഈ സമ്മർദ്ദം കൊണ്ട് ചില സമയത്ത് പേഷ്യൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും, ചില സമയത്ത് ഉപകാരം കിട്ടുകയും ചെയ്യും. പൾസേഷൻ ഓൾ ഓവർ ദ ബോഡി ആൻഡ് ദ ഹെഡ് ആൻഡ് അബ്ഡമൻ. ശരീരം മുഴുവൻ വിങ്ങലുണ്ട്, പക്ഷേ വയറ്റിലും അടിവയറ്റിലുമാണ് ഈ വിങ്ങലിൻ്റെ അനുഭവം കൂടുതലുള്ളത്. ദ പൾസ് ഈസ് ഫാസ്റ്റ് ഈവനിങ് ആൻഡ് നൈറ്റ്. അപ്പോൾ സായാഹ്നത്തിലും രാത്രിയിലും പൾസ് വളരെ വേഗത്തിലാണ്. പേഷ്യൻ്റ് ഈസ് ബെറ്റർ റെസ്റ്റിംഗ് ഇൻ ബെഡ്. രോഗി കിടക്കയിലിങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് രോഗിക്കൊരു നന്മ ലഭിക്കുന്നത്. ദ പേഷ്യൻ്റ് ഈസ് ബെറ്റർ റെസ്റ്റിംഗ് ഇൻ ബെഡ് ആൻഡ് വേഴ്സ് സിറ്റിംഗ് അപ്പ് ഫ്രം ബെഡ് ഓർ ചെയർ. അപ്പോൾ കിടക്കയിൽ വിശ്രമിക്കുമ്പോഴാണ് അലൂമിന സിലിക്കേറ്റ് രോഗി ഏറ്റവും സുഖത്തോടെ ഇരിക്കുന്നത്. പക്ഷേ ഇരുന്ന് കഴിഞ്ഞാലോ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഒരു സുഖമില്ല. സെൻസിറ്റീവ് എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും വളരെയധികം സംവേദനക്ഷമതയുണ്ട്. കംപ്ലൈൻറ്റ്സ് ഓൾ വേഴ്സ് സ്റ്റാൻഡിങ്. നിൽക്കാൻ നേരത്താണ് എല്ലാ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നത്. നിൽക്കലപ്പോൾ ഒട്ടും സുഖമല്ല, കയറൽ സുഖമല്ല, നടക്കൽ സുഖമല്ല. ഇനി ചൂടുകൊണ്ട് ആൾക്ക് മെച്ചമാണെന്ന് പറയും, പക്ഷേ എക്സ്ട്രീം ഹീറ്റ് ഓഫ് സമ്മർ ടേക്സ് ഹെർ സ്ട്രെങ്ത്. വേനൽക്കാലത്തെ അങ്ങേയറ്റത്തെ ചൂട് ആ രോഗിണിയുടെ ശക്തിയെ ചോർത്തിക്കളയുന്നു. ദർ സ്വെല്ലിംഗ് ഇൻ അഫക്റ്റഡ് പാർട്സ് ആൻഡ് ഓഫ് ഗ്ലാൻഡ്സ്. ഇത് അസുഖം ബാധിച്ച ഭാഗങ്ങളിലും പേശികളിലും എല്ലാം വീക്കമുണ്ട്. ത്രൂ ഔട്ട് ദ ബോഡി ആൻഡ് ലിംസ് എ ഫീലിംഗ് ഓഫ് ടെൻഷൻ. ശരീരം മുഴുവനും കൈകാലുകളിലൊക്കെ ഒരു ടെൻഷൻ്റെതായിട്ടുള്ള ഒരു അനുഭവം. ടെൻഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു വലിവ് എന്നുള്ളത് വരാം, ഒരു പിരിമുറുക്കം എന്നുള്ളതും വരാം. എന്താണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ സന്ദർഭം അനുസരിച്ച് ഒരു ഫിസിക്കൽ സിംറ്റം ആകാനാണ് സാധ്യത. ദ ലിംസ് ട്രംബിൾ ആൻഡ് ഷീ ട്രംബിൾസ് ഓൾ ഓവർ. കൈകാലുകൾ വിറയ്ക്കുന്നു, ആ രോഗിണി, ആ പേഷ്യൻ്റ് സ്ത്രീ ഒരു മൊത്തത്തിൽ വിറയ്ക്കുന്നു. ട്വിച്ചിങ് ഓൾ ഓവർ, ശരീരം മുഴുവൻ ട്വിച്ചിങ് ഉണ്ട്, അനിയന്ത്രിതമായ വലിയലും വലിവൊക്കെ ഉണ്ട്. കംപ്ലൈൻറ്റ്സ് ഫെൽറ്റ് ഓൺ വേക്കിംഗ്, ഉണർന്നെഴുന്നേക്കാൻ നേരത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കും. വാക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ആടി പോകുന്ന ആൾക്ക് നടപ്പെന്ന് പറയുന്നത് തീരെ അസാധ്യമായ കാര്യമായിട്ട് സാവകാശം വരും. വാക്കിംഗ് ഫാസ്റ്റ് ഓർ എനി എക്സേർഷൻ ബ്രിങ്സ് ഔട്ട് ഓൾ സിംറ്റംസ്. അപ്പോൾ വേഗത്തിൽ നടക്കുകയോ എന്തെങ്കിലും വ്യായാമം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും പുറത്തു വരും. ക്ലോസ് വാം റൂം കോസസ് മെനി സിംറ്റംസ്. അടച്ചിട്ടതും ചൂടുള്ളതായുള്ള മുറി നിരവധി ലക്ഷണങ്ങൾ പുറത്തു വരാൻ കാരണമാകും. നന്നായിട്ട് പ്രൂവ് ചെയ്ത ഔഷധമാണ്. കൃത്യമായിട്ടുള്ള ജനറൽ സിംറ്റംസും അതിൻ്റെ മൊഡാലിറ്റീസും പെക്യുലാരിറ്റീസും ഒക്കെ പറയുന്നുണ്ട്. അത് ശരിയായിട്ട് മനസ്സിലാക്കി നമുക്കത് കൃത്യമായ അവസ്ഥകളിൽ പ്രയോഗിക്കാം.
ദീർഘകാലം കിടപ്പായിരുന്ന രോഗികളെ പോലും സുഖപ്പെടുത്തിയിട്ടുള്ള ഔഷധമാണിത്. നമുക്കിത് തുറന്നു വരുന്ന ഭാഗങ്ങളിലും ഇതുപോലുള്ള വിവരങ്ങളുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവ്വം ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.